നേരം ഇരുട്ടുവാൻ തുടങ്ങിയപ്പോഴേക്കും ഗ്രാമത്തിലേക്ക് കാളവണ്ടി വന്നു ചേർന്നു. കച്ചവടക്കാർ ഓരോരുത്തരായി അവരുടെ സാധനങ്ങൾ കാളവണ്ടിയിൽ നിന്നും ഇറക്കി അവരുടെ കച്ചവട സ്ഥാപനങ്ങളിലും വീട്ടിലേക്കും കൊണ്ടുപോയി. സാധനങ്ങളും സാമഗ്രികളുമെല്ലാം ഇറക്കിയ ശേഷം കാളവണ്ടിക്കാരൻ തൻ്റെ കാളകളെ നുകത്തിൽ നിന്നും അഴിച്ചു. അടുത്തുണ്ടായിരുന്ന മരങ്ങളിൽ അവയെ കെട്ടിയിട്ടു. അവയ്ക്കാവശ്യമായ വെള്ളവും പുല്ലുകളും വൈക്കോലുകളും നൽകി. കച്ചവടക്കാർ കാളവണ്ടിക്കാരൻ ഒരുക്കിയിട്ട അതിഥി മന്ദിരത്തിലേക്ക് കച്ചവടക്കാരൻ യാത്ര തിരിച്ചു. അന്നത്തെ രാത്രിയിൽ ഗ്രാമത്തിലെ അതിഥി മന്ദിരത്തിലാണ് കാളവണ്ടിക്കാരൻ തങ്ങിയത്. പിറ്റേന്ന് കാലത്തെ തൻ്റെ കാളകളെ അടിച്ചു കെട്ടുവാൻ ചെന്ന അദ്ദേഹം കണ്ടത് അതിക്രൂരമായ കാഴ്ചയായിരുന്നു. തൻ്റെ കാളകളിലെ ഒന്നിനെ കാണുവാനില്ല. അവനെ കെട്ടിയിട്ട കയർ കടിച്ചു മുറിച്ചിരിക്കുന്നു. വലിച്ചിഴച്ച പാടും രക്തത്തുള്ളികളും അവിടെ സ്പഷ്ടമായി കാണാം. ഒരു ചെറിയ ആൾക്കൂട്ടവും അതിനു ചുറ്റുമുണ്ട്. മറ്റേ കാള വല്ലാതെ വിരണ്ടിരിക്കുന്നു. വല്ലാതെ കരയുവാനും നിലത്ത് ചവിട്ടി മണ്ണ് തെറിപ്പിക്കുവാനും എല്ലാം തുടങ്ങിയിരുന്നു. കാളവണ്ടിക്കാരൻ പതിയെ തൻ്റെ കാളയുടെ അടുത്തെത്തി അതിനെ ഒന്ന് തട്ടി തലോടി അവിടെ നിന്നും അഴിച്ചു മാറ്റി കെട്ടി. അത് കഴിഞ്ഞ് തൻ്റെ മറ്റേ കാളയെ കെട്ടിയിട്ട ഭാഗത്തേക്ക് ചെന്നു. കയർ കടിച്ചു മുറിച്ചിരിക്കുന്നു. വലിച്ചിഴച്ച പാടും രക്തത്തിൻ്റെ തുള്ളിയും കാള തലേന്ന് തൻ്റെ ജീവരക്ഷാർത്ഥം അവിടെ അടിച്ച പാടുകളുമെല്ലാം തെളിഞ്ഞു കാണാം. അതിനു പുറമേ കടുവയുടെ കാലടയാളങ്ങളും. ഗ്രാമത്തിലെ ആളുകൾ അടക്കം പറഞ്ഞത് അയാൾ കേട്ടിരുന്നു. കന്നുകാലി പിടിയനായ കടുവയായിരിക്കാം ഇതിന് പിന്നിൽ എന്നായിരുന്നു അവർ പറഞ്ഞത്. വനമല്ലേ, ഒരുപക്ഷെ കടുവ ഇവിടേക്ക് വന്നിരിക്കാം. അപ്പോൾ ഇയാളുടെ കാളയെ കണ്ട് പിടിച്ചുകൊണ്ട് പോയതായിരിക്കാം വനത്തിനുള്ളിലേക്ക്. അവിടുത്തെ ആളുകളുടെ, അതായത് കച്ചവടക്കാരുടെയും മറ്റും സഹായത്തോടെ ആ വലിച്ചിഴച്ച പാടിനെ പിൻപറ്റി, ആ രക്തത്തുള്ളികളെ പിൻപറ്റി അല്പദൂരം വനത്തിലൂടെ അവർ സഞ്ചരിച്ചു. കുറച്ചു സമയം നീണ്ടുനിന്ന ആ യാത്ര ചെന്ന് അവസാനിച്ചത് തലേന്ന് പിടിച്ചുകൊണ്ടുപോയ ആ കാളയുടെ ശരീരത്തിന്റെ അരികിലേക്കായിരുന്നു. കാളയുടെ പിൻഭാഗം മുതൽ ആ കടുവ കഴിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആ കാളയെ അവർ ഒന്ന് പരിശോധിച്ചു. അതിന്റെ കഴുത്ത് മുകളിലേക്ക് കടിച്ചൊടിച്ച രീതിയിലായിരുന്നു കണ്ടിരുന്നത്. കടുവ ഒരുപക്ഷെ ആ കാളയുടെ കഴുത്തിലായിരിക്കാം തലേന്ന് രാത്രി കടിച്ചത്. കടിച്ച് നിലത്തിട്ട് ഒടിച്ചു കൊല്ലുകയായിരിക്കാം ചെയ്തത്. അത് കഴിഞ്ഞ് ആ ഭാരമേറിയ കാളയെ വലിച്ചുകൊണ്ട് ഏകദേശം 1/2 മൈലോളം വനത്തിലൂടെ ആ കടുവ സഞ്ചരിച്ചു. ഒരു വലിയ മരത്തിന്റെ കീഴിലേക്ക് അതിനെ ഇട്ട് രാത്രി തന്നെ ഭക്ഷിക്കുവാനും തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം 1/4 ഭാഗം മാത്രമേ ആ കാളയുടെ ആ കടുവ ഭക്ഷിച്ചിരുന്നുള്ളൂ. പിന്നീട് ഒരുപക്ഷെ അഴുകുവാൻ വിട്ടതായിരിക്കാം. തലേന്ന് രാത്രിയിലും അല്ലെങ്കിൽ അവന് വിശക്കുമ്പോഴും ഇവിടേക്ക് മടങ്ങി വരും, വീണ്ടും ആയിരിക്കും, അതിനുശേഷം വീണ്ടും മടങ്ങിപ്പോകും. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ ഒരു നിലയിൽ ആ കാളയുടെ ശരീരം അവിടെ വിട്ടുപോകുവാൻ ആ കാളവണ്ടിക്കാരൻ തയ്യാറായില്ല. കാരണം തൻ്റെ അരുമയായി താൻ നോക്കിയ തൻ്റെ വളർത്തുമൃഗമായിരുന്നുവല്ലോ ആ കാള. ഗ്രാമത്തിലെ ആളുകളുടെ സഹായത്തോടെ അവിടെ നിന്നും കുറച്ചു മാറി വലിയൊരു കുഴി തുറന്ന് ആ കാളയുടെ ശരീരം അവിടെ മറവ് ചെയ്തു. അത് കഴിഞ്ഞ് നറു കണ്ണുകളോടെ അയാൾ ഗ്രാമത്തിലേക്ക് മടങ്ങി. അവശേഷിച്ച ആ ഒരു കാളയെ നുകത്തിൻ്റെ നടുവിൽ കെട്ടി അയാൾ വീണ്ടും യാത്ര തുടങ്ങി. തൻ്റെ ഗ്രാമം ലക്ഷ്യമാക്കി. വനത്തിൻ്റെ അരികിലൂടെ കടന്നു പോകുന്ന ആ വനപാത വഴി ദുഃഖത്തോടെയും ആശയക്കുഴപ്പത്തോടെയും ഗ്രാമത്തിലെ ആളുകൾ ആ കാളവണ്ടിക്കാരൻ്റെ പോക്ക് അങ്ങനെ നോക്കി നിന്നു. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് നാഗ്പൂരിലെ നരഭോജി കടുവയുടെ കഥയാണ്. അതിനെ കൊന്ന WB മുല്ലോക്കിൻ്റെ കഥയാണ്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ഞാൻ നാഗ്പൂരിലേക്ക് വന്നത് അന്നത്തെ പത്രങ്ങളിൽ ഉണ്ടായിരുന്ന ഈ കടുവയെ പറ്റിയുള്ള വാർത്ത വായിച്ചത് കൊണ്ടാണ്. ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും ഈ കടുവ ഏകദേശം 5 പേരെ കൊന്നു കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് കടുവയെ കൊല്ലുന്നവർക്കുള്ള ഇനാമം പ്രഖ്യാപിച്ചു. ഏകദേശം 300 രൂപയായിരുന്നു അവനെ കൊല്ലുന്നവർക്ക് ഇനാമായി കൊടുക്കാൻ പ്രഖ്യാപിച്ചത്. ഇതിലെല്ലാം ആകൃഷ്ടനായും അതുപോലെ തന്നെ കടുവ വേട്ട എൻ്റെ ഹരമായതുകൊണ്ടുമാണ് ഞാൻ നാഗ്പൂരിലേക്ക് വന്നത്. ഞാൻ മാത്രമായിരുന്നില്ല, എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. ഹെർമണ്ട് എന്നായിരുന്നു അയാളുടെ പേര്. അയാളും ഒരു വേട്ടക്കാരൻ തന്നെയാണ്. കടുവയെ കൊല്ലുവാൻ വേണ്ടി ഞാൻ നാഗ്പൂരിലേക്ക് പോകുന്നു എന്ന വിവരം അറിഞ്ഞതുകൊണ്ട് എൻ്റെ കൂടെ കൂടിയ എൻ്റെ ഒരു സുഹൃത്താണ് ഇദ്ദേഹം ഇതിനു മുന്നേ കടുവ വേട്ടയ്ക്ക് പോയിട്ടില്ല. എന്നാൽ കാട്ടുപോത്തിനെയും മറ്റും അദ്ദേഹം വെടിവെച്ചിട്ടുണ്ട്. ആ പരിചയ സമ്പത്ത് കൊണ്ടാണ് അയാൾ എൻ്റെ കൂടെ കൂടിയത്, ഒരു കടുവ വേട്ടയ്ക്ക് പങ്കെടുക്കുവാൻ വേണ്ടി. അതിന് രസകരവും ഏറെ ഗൗരവവുമായ മുൻകരുതലുകളെക്കുറിച്ചും അതുപോലെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും പഠിക്കുവാൻ വേണ്ടി. അങ്ങനെ ഞാനും അയാളും കൂടി നാഗ്പൂരിലെ ആ ഗ്രാമത്തിലേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ബംഗ്ലാവിൽ താമസിക്കുകയുമായിരുന്നു ചെയ്തത്.
രാജ് എന്ന ഒരാളായിരുന്നു അന്ന് ആ ഫോറസ്റ്റ് ബംഗ്ലാവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത്. ഞങ്ങൾ അവിടേക്ക് വരുന്ന വിവരം അയാളെ അറിയിച്ചിരുന്നു. ഞങ്ങൾക്ക് വേണ്ട, അതായത് രണ്ടുപേർക്ക് താമസിക്കുവാൻ വേണ്ട സൗകര്യങ്ങളും മറ്റുമെല്ലാം അയാൾ അവിടെ തയ്യാറാക്കിയിരുന്നു. പറഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. അയാൾ ഞങ്ങളെ നല്ലപോലെയാണ് അവിടേക്ക് വരവേറ്റത്. ഞങ്ങൾക്കും ഓരോരുത്തർക്ക് താമസിക്കുവാനുള്ള മുറിയും അയാൾ കാണിച്ചു തന്നു. ആഹാരം പുറത്തുനിന്നുമാണ് വരുന്നതെന്നും അയാൾ പറഞ്ഞു. ഇതിൻ്റെ അടുത്തുള്ള ഗ്രാമത്തിൽ തന്നെയാണ് രാജുവും താമസിക്കുന്നത്. അതിനാൽ തന്നെ ഞങ്ങൾക്കും രാജുവിനുമുള്ള ഭക്ഷണം ഗ്രാമത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടാക്കി കുട്ടികളുടെ കയ്യിൽ കൊടുത്തുവിടുകയാണ് പതിവ്. അതുതന്നെയാണ് ഞങ്ങളോട് പറഞ്ഞതും. എന്നാൽ ഞങ്ങൾ അവിടെ വന്നപ്പോഴേക്കും ഉച്ച കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കഴിക്കുവാനുള്ള ആഹാരം അവിടെ എപ്പോഴേ വന്നു കഴിഞ്ഞിരുന്നു. അവർ കഴിക്കുന്ന ആഹാരം തന്നെ ആയിരുന്നു ഞങ്ങൾക്കും തയ്യാറാക്കിയത്. റാഗി കൊണ്ട് ഉണ്ടാക്കിയ ഗോള രൂപത്തിലുള്ള ഒരു ആഹാരമാണ് ഞങ്ങൾക്ക് വൈകുന്നേരം കഴിക്കുവാൻ അയാൾ നൽകിയത്. പറയേണ്ടത്തക്ക രുചിയോ മണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും വിശപ്പ് മാറ്റുവാൻ വേണ്ടി ഞങ്ങൾ അത് ആഹരിച്ചു. രാത്രിയിൽ ഞങ്ങൾ ബംഗ്ലാവിൻ്റെ മുറ്റത്തെ വരാന്തയിൽ അങ്ങനെ ഇരുന്നു. പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾക്ക് മുന്നിൽ കത്തിച്ച തീയിൽ തീ കാഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. വനത്തിൻ്റെതായ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ചീവീടുകളുടെ ശബ്ദവും കുറുക്കന്മാർ ഊരിയിടുന്ന ശബ്ദവും കേഴമാനുകളുടെ ശബ്ദവും അങ്ങകലെയുള്ള വനങ്ങളിൽ നിന്നും വ്യക്തമായി കേൾക്കാം. കാറ്റിൽ മരങ്ങൾ ആടി ഉലയുന്ന ശീൽക്കാര ശബ്ദവും കേൾക്കാൻ സാധിക്കുമായിരുന്നു. രാജുവും ഒരു സഹായത്തിന് ഞങ്ങളുടെ കൂടെ വന്നിരുന്നു കഴിഞ്ഞിരുന്നു. തീ അണയാൻ പോകുമ്പോൾ അയാൾ കൂടുതൽ വിറക് വാരിയിട്ട് ആ തീ ഒന്നുകൂടെ കത്തിക്കും. അങ്ങനെ അവിടെ കത്തി നിൽക്കുന്ന തീയിൽ ഗ്രാമത്തിൽ നിന്നും കൊണ്ടുവന്ന ഏതോ മൃഗത്തിൻ്റെ മാംസം കമ്പിയിൽ കൂർത്ത് ചുട്ട് ഞങ്ങൾക്ക് അയാൾ നൽകി. അതും അങ്ങനെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. രാജുവിനോടും പല കാര്യങ്ങൾ ഞങ്ങൾ ആ സമയം ചോദിച്ചു. ആ കടുവയെപ്പറ്റിയായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടിയിരുന്നത്. അയാൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളുമായി ആ രാത്രിയിൽ പങ്കുവച്ചു. ആ തണുത്ത രാത്രിക്ക് ആ കഥ കേട്ടപ്പോൾ ചൂട് പിടിക്കുന്നതായി തോന്നി. എല്ലാ കഥകളിലെയും പോലെ തന്നെ ഒരു നരഭോജിയായ കടുവ ജനിക്കുന്നത് അവയുടെ വാർദ്ധക്യകാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണം മൂലം അവയ്ക്ക് നായാടാനുള്ള ശേഷി നഷ്ടപ്പെടുമ്പോഴാണ്. ഇവിടെ ആ കടുവ വയസ്സായ കടുവയാണ്. അയാൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അവന് നായാടാനുള്ള ശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിനാലായിരിക്കാം മനുഷ്യൻ വസിക്കുന്ന ഈ ഗ്രാമത്തിൻ്റെ അതിലെ ടെറിട്ടറി അവൻ്റെ സ്വന്തമാക്കിയത്. മനുഷ്യർ വളർത്തുന്ന കന്നുകാലികളെ അവന് സുലഭമായി ഇവിടെ ലഭിക്കും. അതുമാത്രമല്ല, അവന് വിശക്കുമ്പോൾ ഏത് വളർത്തുമൃഗങ്ങളെയും അവനെ ഇവിടുന്ന് അനായാസമായി പിടിച്ചുകൊണ്ടു പോകുവാൻ സാധിക്കും. ഇതെല്ലാം കരുതിയായിരിക്കാം അവൻ ഈ വനങ്ങളിൽ തമ്പടിച്ചത്. അയാൾ പറഞ്ഞത് പ്രകാരം ധാരാളം വളർത്തുമൃഗങ്ങളെ തുടക്കകാലങ്ങളിൽ അവൻ ഗ്രാമത്തിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയി. ആദ്യമൊക്കെ അതിന് പിന്നിൽ ആരാണെന്ന് അറിയുവാൻ സാധിച്ചില്ല. കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ കന്നുകാലിയെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോകുന്നത് വരെയും. അപ്പോൾ മാത്രമാണ് ഇതിന് പിന്നിൽ ഒരു കടുവയാണെന്ന കാര്യം അവിടുത്തെ ഗ്രാമീണർ പോലും തിരിച്ചറിഞ്ഞത്. കാരണം അവൻ്റെ കാലടയാളം അവിടുത്തെ മണ്ണിൽ സ്പഷ്ടമായി തെളിഞ്ഞിരുന്നു. ധാരാളം ആടുകളെയും അതുപോലെ തെരുവ് നായ്ക്കളെയും ആ കടുവ തൻ്റെ ഇരയാക്കി മാറ്റി. ചെറിയ ജീവികളായതുകൊണ്ട് തന്നെ ഗ്രാമത്തിൽ നിന്നും പിടിച്ച് വളരെ ദൂരേക്ക് അവയെ കൊണ്ടുപോയി ആയിരിക്കാം അവൻ ആഹരിച്ചത്. പിന്നീട് കന്നുകാലികളെ മേയ്ക്കുവാൻ വേണ്ടി വനത്തിലേക്ക് കൊണ്ടുപോകുന്നതും പുൽമേട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമായ വലിയ കൂട്ടങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു കന്നുകാലിയെ പിടിക്കുകയും അവയെ അവൻ വലിച്ചിഴച്ച് കൊണ്ടുപോകുകയും ചെയ്യുന്നതും പതിവായിരുന്നു. ഗ്രാമത്തിലേക്കെത്തി അവയെ എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോൾ മാത്രമായിരിക്കാം ഒരുപക്ഷെ അവിടുത്തെ ഇടയന്മാർക്ക് അവരുടെ കന്നുകാലികളെ നഷ്ടപ്പെട്ട വിവരം പോലും അറിയുവാൻ സാധിക്കുക. അതിൻ്റെ ഉടമകളോട് ഒരു പക്ഷേ അത് ചരിവിൽ നിന്നും മറിഞ്ഞു വീണ് ചത്തുപോയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയെന്നോ രീതിയിൽ അവർ പറഞ്ഞു ധരിപ്പിക്കുമായിരുന്നു. എന്നാൽ എത്ര നാൾ അവർക്ക് ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞു നടക്കുവാൻ സാധിക്കും? പിന്നെ പതിയെ പതിയെ കടുവയുടെ കാര്യം മാസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിൽ പരക്കുവാൻ തുടങ്ങി. അവിടെ നിന്ന് കാണാതെ പോകുന്ന ഓരോ വളർത്തുമൃഗങ്ങൾക്കും പിന്നിലും ആ കടുവയുടെ കരങ്ങളാണെന്ന ബോധ്യം അവിടുത്തെ ഗ്രാമീണർക്കുമുണ്ടായി. എങ്കിലും അതുവരെയും ആരും നേരിട്ട് ആ കടുവയെ കണ്ടിരുന്നില്ല. ആ കടുവയെ കാണുവാൻ വേണ്ടി വനം കയറിയവർക്കും ആ കടുവ ദർശനം നൽകിയില്ല. ആ കാലങ്ങളിൽ ആ ഗ്രാമത്തിലെ ആളുകൾക്ക് ധൈര്യമായി തന്നെ വനത്തിലേക്ക് പ്രവേശിക്കാമായിരുന്നു. തങ്ങളുടെ കന്നുകാലികളെ മേയ്ക്കുവാൻ കൊണ്ടുപോകാമായിരുന്നു. ചുള്ളിക്കമ്പുകളും കിഴങ്ങുകളും ഔഷധസസ്യങ്ങളും പറിക്കുവാനും വേണ്ടി വനത്തിനുള്ളിലേക്ക് പോകുവാൻ ധൈര്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ സാധിക്കുമായിരുന്നു. അവർക്കൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. എന്നാൽ മാസങ്ങൾ കഴിയവേ ആ സ്ഥിതിക്ക് മാറ്റം വരികയായിരുന്നു.
അതുവരെയും അവിടുത്തെ ആളുകൾക്ക് മുന്നിൽ കന്നുകാലി പിടിയനായി മാറിയ ഒരു കടുവ കൊടുന്നനെ നരഭോജിയായി മാറുകയായിരുന്നു. ഇല്ലെങ്കിൽ അവൻ്റെ മെനുവിലേക്ക് മനുഷ്യനെയും കൂടി അവൻ ആഡ് ചെയ്യുകയായിരുന്നു. മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ച് തികച്ചും ദുർബലമായ, അനായാസന അല്ലെങ്കിൽ സുലഭമായി ലഭിക്കുന്നതുമായ ഒരു ഇരയായി മനുഷ്യനെയും ആ കടുവ കണ്ടിരിക്കാം. മനുഷ്യൻ്റെ മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും മണമറിഞ്ഞ കടുവ വീണ്ടും മനുഷ്യവേട്ട തുടങ്ങി. ആദ്യമായി ആ കടുവയുടെ പിടിയിൽ മുറുകി മരണത്തിന് കീഴ്പ്പെട്ട് അവൻ മാംസത്തിൻ്റെ രുചി അറിഞ്ഞത് ഗ്രാമത്തിൻ്റെ തെക്ക് കിഴക്കുള്ള വലിയ പുൽമേടിലേക്ക് തങ്ങളുടെ കന്നുകാലികൾക്ക് കൊടുക്കുവാനുള്ള പുല്ലരിയുവാൻ പോയ ഇടയൻ്റെ മരണത്തോടു കൂടിയാണ്. കന്നുകാലി പിടിയനായ കടുവയുടെ ശല്യം ഗ്രാമത്തിൽ വല്ലാതെ കൂടിയതോടെ തങ്ങളുടെ കന്നുകാലികളെയും മറ്റും വനത്തിലേക്കും അടുത്തുള്ള വലിയ പുൽമേടുകളിലേക്കും മേയ്ക്കുവാൻ കൊണ്ടുപോകുന്നത് അവിടുത്തെ ഗ്രാമീണർ നിർത്തി. ആടുകളെയും മാടുകളെയും വളരെ സുരക്ഷിതമായ കൂട്ടിലേക്ക് അവർ മാറ്റി. പല രാത്രികളിലും ഗ്രാമത്തിൻ്റെ അതിരുകളിലും ഗ്രാമീണരുടെ കുടിലുകളിലും മുന്നിലും കന്നുകാലികളെ സുരക്ഷിതമായി പാർപ്പിച്ച തൊഴുത്തിൻ്റെ മുന്നിലുമെല്ലാം ഉയർന്നു കേൾക്കുന്ന കടുവയുടെ ഉഗ്രമായ ഗർജനം പതിവായിരുന്നു. അവൻ്റെ ആ വിശപ്പിൻ്റെ വിളി വലുതായിരുന്നു. പതിയെ പതിയെ വിശപ്പ് സഹിക്കുവാനാകാതെ തങ്ങളുടെ ഗ്രാമത്തിൻ്റെ അതിരി വിട്ട് മറ്റെവിടേക്കെങ്കിലും ആ കടുവ ഓടിപ്പോകും, അല്ലെങ്കിൽ വിശന്ന് ചത്തുപോകുമെന്നായിരുന്നു അതുവരെയും ആ ഗ്രാമത്തിലെ ആളുകൾ കരുതിയത്. അവർ ഒരിക്കലും കരുതിയിരുന്നില്ല അവൻ മനുഷ്യമാംസ കൊതിയനായ ഒരു പിശാചായി മാറുമെന്ന്. ഗ്രാമത്തിലെ ആളുകൾ തങ്ങളുടെ കന്നുകാലികളെ മേയ്ക്കുവാൻ കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ അവയ്ക്കാവശ്യമായ പുല്ലുകളും മറ്റും അരിഞ്ഞിരുന്നത് അടുത്തുള്ള വനങ്ങളിൽ നിന്നും അതുപോലെ പുൽമേടുകളിൽ നിന്നുമെല്ലാമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കാലത്തെ നളിനി എന്ന് പേരുള്ള ഒരു ഇടയ സ്ത്രീ തങ്ങളുടെ കന്നുകാലികൾക്ക് ആവശ്യമായ പുല്ലുകൾ അരിയുവാൻ വേണ്ടി നമ്മൾ മുന്നേ പറഞ്ഞ ആ പുൽമേട്ടിലേക്ക് പോയി. അവർ മാത്രമല്ല, അവരുടെ ഭർത്താവായ ഇടയനും കൂടുണ്ടായിരുന്നു. അവർ ഇരുവരും ചേർന്ന് അവിടുന്ന് പുല്ലുകൾ അരിഞ്ഞെടുത്തു. നളിനി പുല്ലുകൾ അരിയുകയും അടുക്കുകയും ചെയ്യും. അത് തലയിൽ ചുവന്നുകൊണ്ട് ഗ്രാമത്തിലേക്ക് ആ ഇടയൻ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പുല്ലുകൾ ഗ്രാമത്തിലെ തങ്ങളുടെ തൊഴുത്തിൽ ഇട്ടതിന് ശേഷം മടങ്ങി വരുന്ന വഴിയിൽ പുൽമേടിൽ നിന്നും വലിയൊരു അലർച്ച അയാൾ കേട്ടു. രക്തം മരവിക്കുന്ന രീതിയിലുള്ള നിലവിളിയായിരുന്നു അവിടെ നിന്നും ഉയർന്നു കേട്ടത്. നിലവിളി കേട്ട ഭാഗത്തേക്ക് ആ ഇടയൻ പിടഞ്ഞോടി. തൻ്റെ കൈവശം ഉണ്ടായിരുന്ന വാക്കത്തി അയാൾ മുറുകെ പിടിച്ചു. എന്താണ് അവിടെ അരങ്ങേറുന്നതെന്ന് അയാൾക്കൊരു ബോധ്യവും ഉണ്ടായിരുന്നില്ല. അവിടേക്ക് എത്തിയപ്പോഴേക്കും എല്ലാം ശാന്തമായി. പുല്ലുകൾ വല്ലാതെ കാറ്റിൽ വീശിയടിക്കുന്നു. ശീൽക്കാര ശബ്ദം പുറപ്പെടുവിക്കുന്നു. തൻ്റെ ഭാര്യ നിന്നിടത്ത് താഴെ രക്തത്തുള്ളികളും അവൾ ഉപയോഗിച്ച അരിവാളും കിടക്കുന്നു. അവൾ തലയിൽ കെട്ടിയിരുന്ന ഒരു തുണ്ട് തുണിയും താഴെ കിടക്കുന്നു. ആ വെള്ള തുണിമേലാകെ രക്തം പുരണ്ടിരിക്കുന്നു. അയാൾ ചുറ്റും നോക്കി. പുല്ലുകൾ പതിയെ നിവർന്നു വരുന്ന ഭാഗം ലക്ഷ്യമാക്കി അയാൾ നടന്നു. രക്തത്തുള്ളികൾ ആ പുല്ലുകളിൽ പറ്റിയിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. അയാൾ അതിനെ പിന്തുടർന്നുകൊണ്ട് കുറച്ചു ദൂരം മുന്നിലേക്ക് പോയി. ആ വലിയ പുൽമൈതാനം അവസാനിച്ച് ചെറിയ പാറക്കെട്ട് തുടങ്ങുന്ന സ്ഥലത്ത് വെച്ച്, അല്പം ഉയരമുള്ള സ്ഥലത്ത് വെച്ച് അയാൾ ആ ദൃശ്യം കണ്ടു. മഞ്ഞ ഉടലിൽ കറുത്ത വരകളോടുകൂടിയ ഒരു കടുവയായിരുന്നു അത്. തൻ്റെ ഭാര്യയെ അവൻ കടിച്ചു തൂക്കി ആ കല്ലുകൾക്കിടയിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് പോകുകയാണ്. ജീവന്റെ ഒരു തുടുപ്പും അവളിൽ ഇപ്പോൾ അവശേഷിക്കുന്നില്ല. അയാൾ ഉച്ചത്തിൽ അലറി വിളിച്ച് തൻ്റെ കൈവശമുണ്ട വാക്കത്തി ആഞ്ഞെടുത്ത് ആ കടുവയ്ക്ക് നേരെ ഓടിയെടുത്തു. ആ കാഴ്ച കണ്ട് കടുവ പിന്തിരിഞ്ഞില്ല. അവൻ കടിച്ചു പിടിച്ച ഇരയെ നിലത്തേക്കിട്ടു. വിശപ്പ് ആ കടുവയെ അന്ധനാക്കി കാണണം. അവൻ ഗർജിച്ചുകൊണ്ട് തനിക്ക് നേരെ ഓടി വരുന്ന ആ ഇടയന് നേരെ അലറിയടുത്തു. അവൻ നിന്ന കല്ലുകൾക്ക് മുകളിൽ നിന്നും ആ ഇടയന് നേരെ കുതിച്ചു ചാടി. ആ കടുവയുടെ ഉഗ്രമായ അലർച്ചയും അവൻ്റെ ചാട്ടവും അലറിക്കൊണ്ട് അവിടേക്ക് അടുത്ത ഇടയനെ ഭയപ്പെടുത്തി. ഒരു നിമിഷത്തേക്ക് അയാൾ അവിടേക്ക് നിന്നു. കല്ലുകൾക്ക് മുകളിൽ നിന്നും നിലത്തേക്ക് ചാടിയിറങ്ങിയ കടുവ ക്രുദ്ധനായിരുന്നു. താൻ ഇവിടേക്കടുത്താൽ തൻ്റെ ജീവനും പോകുമെന്ന ഉറപ്പ് ആ ഇടയന് നന്നെ ബോധ്യപ്പെട്ടു. കടുവ മുരണ്ടുകൊണ്ട് ആ ഇടയൻ്റെ അരികിലേക്ക് ഓരോ ചുവടും വെച്ച് മുന്നിലേക്ക് നടന്നു. പിന്നെ പിടിച്ചു നിൽക്കുവാൻ ഇടയന് സാധിച്ചില്ല. തൻ്റെ കൈവശമുണ്ടായിരുന്ന വാക്കത്തി ആ കടുവയ്ക്ക് നേരെ വലിച്ചെറിഞ്ഞു. അയാൾ ഒന്നും നോക്കാതെ ആ പുൽമേട് കയറി തൻ്റെ ഗ്രാമം ലക്ഷ്യമാക്കി ഓടി. അയാൾ എറിഞ്ഞ വാക്കത്തി വന്നു കൊണ്ടത് ആ കടുവയുടെ ശരീരത്തിലായിരുന്നു. ആ കടുവ ഉഗ്രമായി ഗർജിക്കുകയും അയാളെ പിന്തുടർന്ന് കുറച്ചു ദൂരം ഓടുകയും ചെയ്തു.
അയാളെ അവിടെ നിന്ന് ഭയപ്പെടുത്തി ഓടിക്കുക എന്നത് മാത്രമായിരിക്കാം ആ കടുവയുടെ ലക്ഷ്യം. അത് വിജയിച്ചു കഴിഞ്ഞ് ആ കടുവ പുൽമേട് കയറി വീണ്ടും പാറകൾക്ക് മുകളിലേക്കും അവിടെ താൻ പിടിച്ചിട്ട ഇരയിലേക്കും എത്തി. പിന്നെ ഇരയെ കടിച്ചെടുത്തുകൊണ്ട് ആ കല്ലുകൾ നിറഞ്ഞ പ്രദേശത്തിലൂടെ വനത്തിലേക്കും വിശാലമായ കുറ്റിക്കാടുകൾക്കിടയിലേക്കും മറഞ്ഞു. ഗ്രാമത്തിലേക്ക് ഓടിക്കെതച്ചെത്തിയ ആ ഇടയൻ ബാക്കിയുള്ള ആളുകളെ അവിടേക്ക് വിളിച്ചുകൂട്ടി. തനിക്കുണ്ടായ ദുരാനുഭവം അവരോട് പങ്കുവെച്ചു. ഇടയൻ്റെ സങ്കടത്തിലും വിഷമത്തിലും ആളുകൾ കൂടി. അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടം തന്നെ അലറി വിളിച്ചുകൊണ്ട് അവർക്കെടുക്കുവാൻ കഴിയുന്ന അത്രയും ആയുധങ്ങൾ എടുത്തുകൊണ്ട് ആ കടുവയെ നേരിടുവാൻ വേണ്ടി ആ വലിയ പുൽമൈതാനിയിലേക്കും അവിടെ നിന്ന് വനത്തിലേക്കും അവർ കയറി. ആ കടുവയുടെ ട്രാക്ക് പിന്തുടർന്ന് ഏറെ ദൂരം അവർ വനത്തിലൂടെ അലഞ്ഞു നടന്നുവെങ്കിലും ആ കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശത്ത് വെച്ച് ആ ട്രാക്കുകളെല്ലാം അവസാനിച്ചു. മുള്ളുകളും മറ്റും നിറഞ്ഞ ആ വലിയ കുറ്റിക്കാടിനുള്ളിൽ ആ കടുവ എവിടേക്കാണ് പോയതെന്ന് കണ്ടുപിടിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. എങ്കിലും മണിക്കൂറുകളോളം നളിനിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ തുടർന്നു. പിന്നെ തികഞ്ഞ നിരാശയോടെ ഗ്രാമത്തിലെ ആളുകളും ആ ഇടയനും ഗ്രാമത്തിലേക്ക് മടങ്ങി. ഒരു കാര്യം ഉറപ്പാണ്, വിശന്നിരുന്ന കടുവ ആ സ്ത്രീയെ പൂർണ്ണമായും തന്നെ ഭക്ഷിച്ചിരിക്കാം. അവരുടെ എല്ലുകൾ മാത്രമായിരിക്കാം ഇപ്പോൾ വനത്തിൽ എവിടെയെങ്കിലും അവശേഷിക്കുന്നത്. അതേതെങ്കിലും അടിക്കാടുകളിലൊന്നിലായിരിക്കാം. ആ സംഭവത്തോടെ അവിടുത്തെ ഗ്രാമീണർ ഭയന്നു. ഗ്രാമത്തിൽ മാത്രമല്ല അവൻ ഭയം വിതച്ചത്, ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടെ അവിടെ ആ സമയങ്ങളിൽ ടിമ്പർ ജോലി തുടർന്നു പോയിരുന്നു. ടിമ്പർ ജോലിക്ക് വേണ്ടി ധാരാളം ആളുകളും ആനകളും അവിടേക്ക് എത്തിയിരുന്നു. അതുമാത്രമല്ല, ആ വനത്തിൽ ആനയെ പിടിക്കുവാൻ വേണ്ടി ഒരു സംഘം ആളുകളും ആ വനത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നു. പതിയെ പതിയെ ആ കടുവ അവിടെ ഭീതി തീർക്കുവാൻ തുടങ്ങി. പിന്നീട് ദിവസങ്ങളോളം ആ കടുവയെപ്പറ്റി ആ ഗ്രാമത്തിലെ ആളുകൾ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. രാത്രികാലങ്ങളിൽ വനത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഉഗ്രഗർജനങ്ങൾ അവൻ്റെ വിശപ്പിൻ്റെ വിളിയായി അവിടുത്തെ ഗ്രാമീണർ കേട്ടു. പല ദിവസങ്ങളിലും ഗ്രാമത്തിൻ്റെ ഓരങ്ങളിലൂടെയും അവൻ നടന്നുപോയതിൻ്റെയും അവൻ്റെ ഗർജനം കേട്ടതിൻ്റെയും കഥകൾ അവിടുത്തെ ആളുകൾക്ക് പറയുവാനുണ്ടായിരുന്നു. അവിടെ അന്ന് നടന്ന ആദ്യ സംഭവത്തിന് ശേഷം ആരും രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുവാൻ ധൈര്യപ്പെട്ടില്ല. ഒറ്റയ്ക്ക് പോകുവാൻ ഒട്ടും ധൈര്യം വന്നില്ല. കൂട്ടത്തോടെയും അല്ലാതെയുമായി അവിടുത്തെ ആളുകൾ നടന്നു. പുൽമേടുകളിലേക്കും മറ്റും പുല്ലുകൾ അറക്കുവാൻ വേണ്ടി പോകുന്നവർ ഒരു കൂട്ടം ആളുകളുമായി പോയി. അറുത്ത ശേഷം ഒരു കൂട്ടം ആളുകളുമായി തന്നെ തിരികെ വരുവാനും തുടങ്ങി. എത്ര നാൾ എങ്ങനെ മുന്നിലേക്ക് പോകുവാൻ കഴിയുമെന്ന് അവർക്കറിയില്ല. എങ്കിലും പറ്റുന്നത്രയും കാലം ഇങ്ങനെ തന്നെ പോകുവാൻ അവിടുത്തെ ആളുകൾ തീരുമാനിച്ചു. അതുതന്നെയായിരുന്നു ഗ്രാമമുഖ്യൻ്റെ തീരുമാനവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത ആ ഗ്രാമത്തെ വീണ്ടും തേടിയെത്തിയത്. ഗ്രാമത്തിൽ നിന്നും ഗവൺമെൻറ്റിന് വേണ്ടി മരം മുറിക്കുവാൻ വേണ്ടി വനത്തിലേക്ക് പോയ ഒരാൾ ഇതുവരെയും തിരികെ എത്തിയില്ല എന്ന വാർത്തയായിരുന്നു ആ ഗ്രാമത്തെ തേടിയെത്തിയത്. ടിമ്പർ ജോലിക്ക് വേണ്ടി ധാരാളം തൊഴിലാളികൾ അയൽ ഗ്രാമങ്ങളിൽ നിന്നുമാണ് വനത്തിലേക്ക് പോകുന്നത്. ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടെയാണ് ഈ ടിമ്പർ ജോലി വനങ്ങളിൽ നടക്കുന്നത്. തടികളും മറ്റും ഇവിടുന്ന് കയറ്റിവിടുന്നതും കൊണ്ടുപോകുന്നതുമെല്ലാം ഗവൺമെൻറ്റിൻ്റെ അറിവോടെ തന്നെയാണ്. ധാരാളം ടിമ്പർ പണിക്കാരാണ് ആ സമയങ്ങളിൽ വനത്തിനുള്ളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ തുടങ്ങുന്ന പണി വൈകുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കും. വെട്ടിയിട്ട മരം ശാഖകളും മറ്റും മുറിച്ചു മാറ്റി വെട്ടി മുറിക്കുന്നത് വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ മരം വെട്ടുവാൻ വേണ്ടി വനത്തിലേക്ക് പോയ ഒരു മരം വെട്ടുകാരനെ ആയിരുന്നു ആ കടുവ ആക്രമിച്ചു കൊന്നത്. അയാളെ തിരക്കി അയാളുടെ സുഹൃത്തുക്കൾ അയാൾ മരം വെട്ടുവാൻ പോയ സ്ഥലത്തേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച മരത്തിൽ തറച്ചു കയറിയിരിക്കുന്ന തൻ്റെ കോടാലിയും അദ്ദേഹം ഊരിവെച്ച വസ്ത്രവുമായിരുന്നു. അതിന് താഴെ രക്തം ഒലിച്ചിറങ്ങിയ പാട് കാണാമായിരുന്നു. അവിടെ കണ്ട ഉണങ്ങിയ ഇലകളിൽ രക്തം തളം കെട്ടിക്കിടന്നു. ഉണങ്ങിയ ഇലകളും മറ്റും വലിച്ചു നീക്കിയ പാട്, രക്തത്തിൻ്റെ തുള്ളികൾ എന്നിവ പിന്തുടർന്ന് അല്പദൂരം മരം വെട്ടുകാർ വനത്തിനുള്ളിലേക്ക് സഞ്ചരിച്ചു. അങ്ങനെ ഏറെ ദൂരം വനത്തിലൂടെ അവർക്ക് സഞ്ചരിക്കേണ്ടതിൻ്റെ ആവശ്യകത വന്നില്ല. കുറച്ചു ദൂരം വനത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ തന്നെ ആ മരം വെട്ടുകാരൻ്റെ ശരീരം അവർ കണ്ടെത്തി. അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടിൻ്റെ വെളിയിലേക്ക് രണ്ട് കാലുകൾ പുറത്തു നിന്നു. അത് കണ്ടുകൊണ്ടാണ് അവിടുത്തെ ആളുകൾ അവിടേക്ക് ചെന്നത്. അയാളെ ആ കുറ്റിക്കാടിന് പുറത്തെത്തിച്ചു. അയാളുടെ പിൻകഴുത്ത് കടിച്ച് ഒടിച്ച നിലയിലായിരുന്നു. ജീവൻ അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. ശരീരത്തിൽ ഇപ്പോഴും ചെറിയ ചൂടുണ്ട്. അതായത് അയാളെ കൊന്നിട്ട് അധിക സമയമായില്ല. ഇത്രയും ആളുകൾ അതിനെ പിന്തുടർന്ന് വന്നതുകൊണ്ട് തന്നെ ഈ കുറ്റിക്കാടിനുള്ളിൽ ശരീരം ഉപേക്ഷിച്ച്
ആ കടുവ മറ്റെവിടേക്കെങ്കിലും മാറി നിൽക്കുകയാണെന്ന ബോധ്യം അവിടേക്ക് എത്തിയവർക്ക് ഉണ്ടായി. ആ കുറ്റിക്കാടിന് പുറത്തേക്കെത്തിയ ശരീരം അവർ പതിയെ വഹിച്ചുകൊണ്ട് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. അതായത് അയാളുടെ ഗ്രാമത്തിലേക്ക്. അന്ന് അവിടെ നടന്ന സംഭവം കാട്ടുതീ പോലെ അവിടെ എങ്ങും പടർന്നു പിടിച്ചു. അയൽ ഗ്രാമങ്ങളിലും എല്ലാം. നരഭോജിയായ ആ കടുവയുടെ ശല്യം കാരണം ടിമ്പർ പണിക്ക് വേണ്ടി അവിടേക്ക് വരാതായി. താൽക്കാലികമായി ടിമ്പർ ജോലികൾ അവസാനിപ്പിച്ചു. അവിടെ എത്തിയ ആളുകൾ താൽക്കാലികമായി അയൽ ഗ്രാമങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും മാറി. പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാതെ വനത്തിനുള്ളിൽ ഒരു സംഘം ആളുകൾ തമ്പടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മുന്നേ പറഞ്ഞില്ലേ കുറച്ച് പോച്ചർമാരുടെ കാര്യം, ആനകളെ വലിയ കിടങ്ങുകളിൽ വീഴ്ത്തി പിടിക്കുന്ന ഒരു സംഘത്തെപ്പറ്റി. അതും ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ആ സംഘവും പ്രവർത്തിക്കുന്നത്. എന്നാൽ അവർ ഏറെയും താമസിക്കുന്നതും സഞ്ചരിക്കുന്നതും വനത്തിൻ്റെ ഉള്ളിലൂടെയാണ്. വലിയ ആനക്കൂട്ടങ്ങളെ ട്രാക്ക് ചെയ്ത് അവ പോകുവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ വലിയ കിടങ്ങുകൾ സ്ഥാപിച്ച് അതിലേക്ക് ആനകളെ അകപ്പെടുത്തിയാണ് അവർ തങ്ങളുടെ ജോലികൾ ചെയ്യുന്നത്. അങ്ങനെ വലിയ കിടങ്ങുകളിൽ അകപ്പെടുത്തുന്ന ആനകളെ തങ്ങളുടെ കൈവശമുള്ള ആനകളെ കൊണ്ട് പിടിപ്പിച്ച് പുറത്തെത്തിച്ച് അതിനെ ചട്ടക്കൂട്ടിലടച്ച് ചിട്ട പഠിപ്പിച്ചാണ് അവർ മറ്റാളുകൾക്ക് വിൽക്കുന്നത്. അതിൽ നിന്നും ഏറെ പണവും അവർക്ക് സമ്പാദിക്കുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള സംഘത്തിന് നേരെയാണ് പിന്നീട് ആ കടുവയുടെ കണ്ണുകൾ പതിഞ്ഞത്. ആനകൾ പോകുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന വഴികളിൽ വലിയ കിടങ്ങുകൾ സ്ഥാപിക്കും. അതിനരികിൽ എവിടെയെങ്കിലും മാറി മരങ്ങൾക്ക് മറവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റിക്കാടിന് പുറകിലോ ആയി ഏതെങ്കിലും ഒരാൾ പതുങ്ങിയിരിക്കും. ആനകൾ കൂട്ടമായി വരുമ്പോൾ ആ കെണിയിലേക്ക് വന്ന് വീഴുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടി, വീണാലുടൻ വിവരം അറിയിക്കുവാൻ വേണ്ടി. അങ്ങനെ ഇരുന്ന ഒരാളെയാണ് ആ കടുവ ആക്രമിച്ചു കൊന്നത്. നേരം പുലർന്നിട്ടും അയാളെപ്പറ്റി യാതൊരു വിവരവും ഇല്ലാത്തതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന വലിയ സംഘം ആളുകൾ അയാളെ തിരക്കി വനത്തിലേക്ക് പോയി. 3-4 ദിവസങ്ങൾക്ക് മുന്നേ ആനക്കൂട്ടത്തെ ട്രാക്ക് ചെയ്തു. അവ പോകുവാൻ ഇടയുള്ള സ്ഥലങ്ങൾ അവർ മാർക്ക് ചെയ്തു. വരാനിടയുള്ള വഴിയിൽ അവർ വലിയ കിടങ്ങുകൾ സ്ഥാപിച്ചു. അതിനുശേഷം ആ വലിയ ആനക്കൂട്ടത്തെ ട്രാക്ക് ചെയ്തു. ഇന്ന് രാത്രിയിൽ അവ ഇതുവഴി കടന്നു പോകുമെന്ന നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ ആ വലിയ കെണിയിൽ വീണാൽ ആ വിവരം അറിയിക്കുവാൻ വേണ്ടി ഒരാളെയും അതിന് കാവൽ നിർത്തി. അയാൾ അങ്ങ് മാറി ദൂരെ ആനയ്ക്ക് ഗന്ധം ലഭിക്കാത്ത രീതിയിൽ ഏതെങ്കിലും മരത്തിന് പുറകിലോ കുറ്റിക്കാടിന് പുറകിലോ ആയിരിക്കാം ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്ന സമയം ആ കടുവ രാത്രിയുടെ മറവിൽ അവിടേക്കെത്തി. ദിവസങ്ങളോളം ഒരു പക്ഷേ ആ കടുവ ഇവർക്ക് പിന്നാലെ തന്നെ ആയിരിക്കാം. ഇവരുടെ എല്ലാ നീക്കങ്ങളും അവൻ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ മരത്തിന് പുറവിൽ മറഞ്ഞിരുന്ന അയാൾക്ക് നേരെ ആ കടുവ പതുങ്ങിയെത്തി. പിന്നിലൂടെ കുതിച്ച് അയാളുടെ പുറത്തേക്ക് വീണു. കൂർത്ത കോമ്പല്ലുകൾ അയാളുടെ കഴുത്തിലേക്ക് ഇറക്കി. അയാളെ അവിടെ വെച്ച് തന്നെ ആ കടുവ കശാപ്പ് ചെയ്തു. പിറ്റേന്ന് ഏകദേശം 10 മണി ആയതോടെ ആ വലിയ സംഘം ആളുകൾ അതിൻ്റെ അരികിലേക്ക് എത്തി. അവർ വിചാരിച്ചതുപോലെ തന്നെ ആ വലിയ വാരിക്കുഴികളിൽ ഒരാന അകപ്പെട്ട് കഴിഞ്ഞിരുന്നു. വലിയ കൊമ്പൻ തന്നെ ആയിരുന്നു. എന്നാൽ ഈ വിവരം അറിയിക്കുവാൻ അവിടെ ഏൽപ്പിച്ച കാവൽക്കാരൻ ഇതുവരെയും ക്യാമ്പിലെത്തിയിട്ടില്ല. അവനെ പതുങ്ങിയിരിക്കുവാൻ വേണ്ടി അവർ ഒരുക്കിയ ആ സ്ഥലത്തിനരികിലേക്ക് അവർ നടന്നു ചെന്നു. അവിടെ കണ്ടത് അവരെ ഭയപ്പെടുത്തുവാൻ പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. തലേന്ന് രാത്രിയിൽ എപ്പോഴോ അവനെ ഒരു കടുവ പിടിച്ചിരുന്നു. അതിക്രൂരമായി അവനെ അവിടെ വെച്ച് ആ കടുവ കടിച്ചു കീറിക്കൊന്നു. അവിടെ വെച്ച് തന്നെ അവനെ ഭക്ഷിച്ചു. അവൻ്റെ നെഞ്ചും കൂടും വാരി എല്ലുകളുമെല്ലാം തകർന്ന് അവസ്ഥയിലാണ്. മുഖത്ത് നീളമേറിയ മുറിപ്പാടുകൾ കാണാം. ആ കടുവയുടെ കയ്യിലെ കൂർത്ത നഖങ്ങൾ അവൻ്റെ മുഖത്തേക്ക് ആഴത്തിലിറങ്ങിയിരിക്കാം. ആ ശരീരത്ത് കണ്ണുണ്ടായിരുന്നില്ല. അവൻ്റെ മൂക്ക് പുളർന്നിരുന്നു. ചുണ്ടുകൾ വലിച്ചു കീറപ്പെട്ടു. വയറ് തൊട്ട് നെഞ്ചുവരെയുള്ള മാംസം പൂർണ്ണമായും ആ കടുവ ആഹരിച്ചു. ശരീരത്ത് കൈകളും കാലുകളും മാത്രം അവശേഷിച്ചു. മുഖം വികൃതമാണ്. രക്തം അവിടെയാകെ തളം കെട്ടിക്കിടക്കുന്നു. കുടലുകളും പണ്ടങ്ങളും മാറ്റിയിട്ട നിലയിലും. രക്തത്തിൻ്റെ മണം എങ്ങും പരക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കടുവ അവിടെ പിടിച്ചിട്ട ശരീരം അവർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. വളരെ വേഗം ഒരാനയെ കൊണ്ടുവന്ന് ആ കിണിയിൽ വീണ അല്ലെങ്കിൽ ആ കിടങ്ങിൽ വീണ ആനയെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ബന്ധിതനായി അവനെയും അവർ പുറത്തേക്ക് കടത്തി. ആനയ്ക്കായി ചിട്ടം പഠിപ്പിക്കാൻ ഒരുക്കിയ വലിയ കൂട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ വഴിയിലേക്ക് ആനകളുടെ സഹായത്തോടെ ആ കൊമ്പനെയും അവർ കൊണ്ടുപോയി. പിന്നെ കൂടുതൽ സമയം അവിടെ പാഴാക്കിയില്ല. ആ ശരീരം ചുവന്നുകൊണ്ട് ഒരുപാട് ദൂരം അവർക്ക് വനത്തിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കടുവ തലേന്ന് പിടിച്ച ആ മൃതദേഹം
അവിടെ തന്നെ മറവ് ചെയ്ത് അവർ അവിടെ നിന്നും വളരെ വേഗം തന്നെ അവരവരുടേതായ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. പിന്നീട് അല്പസമയം പോലും അവിടെ ചെലവഴിക്കുവാനുള്ള ധൈര്യം ആ കൂട്ടത്തിലെ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അവരുടെ കൈവശങ്ങളിൽ റൈഫിലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കടുവയെ നേരിടുക എന്നത് അത്യധികം അപകടകരമായ ഒന്ന് തന്നെയാണ്. വലിയ സംഘമായി തന്നെയാണ് അവർ പുറപ്പെട്ടത്. ആനകളുടെ മുകളിലേറിയും റൈഫിലുകൾ ചുമലിൽ താങ്ങിയുമൊക്കെയാണ് ആ വനമിറങ്ങാൻ അവർ പ്രേരിതരായത്. ചിമ്മയ്യ എന്ന ഒരു മന്ത്രവാദി ഈ സമയങ്ങളിൽ നാഗ്പൂർ എന്ന ആ സ്ഥലത്തുണ്ടായിരുന്നു. ഈ കടുവയ്ക്ക് മുന്നിൽ ദുരാത്മാക്കളാണെന്ന് അയാൾ പറഞ്ഞ് പരക്കെ നടന്നിരുന്നു. അതിനുവേണ്ട കർമ്മങ്ങളും കാര്യങ്ങളുമെല്ലാം ചെയ്യുവാനും അയാൾ തുനിഞ്ഞിരുന്നു. എന്നാൽ ഗ്രാമത്തിലെ ഗ്രാമത്തലവന്റെ മകന് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. ചിമ്മയ്യ ഒരു ദുർമന്ത്രവാദിയാണെന്നും ഇതിനെ പിൻപറ്റി ഏതെങ്കിലും നരബലിയോ മറ്റും നടത്തുവാൻ അയാൾ തയ്യാറെടുക്കുമെന്നും അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഗ്രാമത്തലവന്റെയും മറ്റ് ആളുകളുടെയും നേതൃത്വത്തിൽ ചിമ്മയ്യയുടെ ആ കുടിലിലേക്ക് അവർ ചെന്നു. ചിമ്മയ്യെ പിടിച്ച് പുറത്തിറക്കുകയും ഗ്രാമത്തലവന്റെ മകൻ അയാളെ പിടിച്ച് നിലത്തേക്കിടുകയും ചെയ്തു. അതിനുശേഷം അയാളുടെ പുറത്ത് ചവിട്ടി നിന്നുകൊണ്ട് പറഞ്ഞു, കടുവയുടെ പേരും പറഞ്ഞുകൊണ്ട്, ഗ്രാമത്തിലെ ആരെയെങ്കിലും നരബലി കൊടുക്കുവാനാണ് നിന്റെ തീരുമാനമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളെ നീ നോക്കുക കൂടി ചെയ്താൽ, അതായത് ബലി കൊടുക്കുവാൻ വേണ്ടി നിന്റെ ആ ദുഷിച്ച കണ്ണുകളിലൂടെ നീ നോക്കിയാൽ, പിന്നെ നോക്കുവാൻ നിന്റെ കണ്ണുകൾ നിനക്കുണ്ടാകത്തില്ല. അത് ഞങ്ങൾ കൊത്തിയെടുക്കും. വളരെ കാലമായി നീ ഈ ഗ്രാമത്തെ ശല്യം ചെയ്യുവാൻ തുടങ്ങിയിട്ട്. പല കാലങ്ങളിലായി നിന്റെ പരമ്പരയിലുള്ള പലരും ഈ ഗ്രാമത്തിൽ പല നരബലികളും നടത്തിയിരിക്കാം. അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ കടുവയുടെ പേരിൽ അങ്ങനെ എന്തെങ്കിലും നടത്തുവാനാണ് നിന്റെ പദ്ധതിയെങ്കിൽ ഇനിയും നീ ഈ ഗ്രാമത്തിലെന്നല്ല ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകില്ല. ഗ്രാമത്തലവന്റെ മകൻ, അതായത് അടുത്ത ഗ്രാമത്തലവനാകാൻ പോകുന്ന ആൾ ചിമ്മയ്ക്ക് താക്കീത് നൽകി. അത് കേട്ട് മറ്റുള്ളവരും അത് ഏറ്റുപറയുകയും ചെയ്തു. ഇനിയും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഇവൻ്റെ വീടടക്കം കത്തിച്ചു കളയുവാനായിരുന്നു അവിടുത്തെ ഗ്രാമീണർ തീരുമാനിച്ചത്. എന്നാൽ ഒട്ടും വിട്ടുകൊടുക്കുവാൻ ആ ചിമ്മയ്യ തയ്യാറായിരുന്നില്ല. അവൻ എഴുന്നേൽക്കുകയും അവിടുത്തെ ഗ്രാമീണരെയും ഗ്രാമത്തലവനെയും ഗ്രാമത്തലവൻ്റെ മകനെയും വെല്ലുവിളിച്ചു. ഈ കടുവ നിങ്ങളുടെ ഈ ഗ്രാമത്തെ നശിപ്പിക്കുമെന്നും അല്ലെങ്കിൽ ഞാൻ നശിപ്പിക്കുമെന്നും എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞു. അതിനുശേഷം അയാൾ തൻ്റെ കുടിൽ വിട്ട് ഗ്രാമത്തിൻ്റെ പുറത്തേക്ക് പോയി. ഗ്രാമത്തിലെ പലരും കണ്ടതാണ് അയാൾ ഗ്രാമം ഉപേക്ഷിച്ച് ആ വലിയ വനത്തിലേക്ക് നടന്നു കയറി പോകുന്നത്. ആ കടുവയെ മന്ത്രത്താൽ പിടികൂടി ഗ്രാമീണർക്കെതിരെ പറഞ്ഞു വിടുമെന്നും ഗ്രാമത്തിലെ ഓരോരുത്തരെയും കൊല്ലുമെന്നുമായിരുന്നു അയാൾ പറഞ്ഞത്. കുറച്ചാളുകൾ അത് വിശ്വസിച്ചു. അന്ധമായി തന്നെ പലരും പേടിച്ചു, വിറച്ചു. പിറ്റേ ദിവസം മുതൽ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുവാൻ എല്ലാവരും തന്നെ ഭയന്നു. എന്നാൽ ആ ഭയം നീണ്ടു നിന്നത് ദിവസങ്ങൾ മാത്രമായിരുന്നു. 3-4 ദിവസങ്ങൾക്കപ്പുറം ഗ്രാമത്തെ തേടി മറ്റൊരു വാർത്തയെത്തി. അതിരസകരമായ വാർത്തയായി നമുക്കത് തോന്നും. അത് കൊണ്ടുവന്നതോ വനത്തിൻ്റെ ചുമതലയുള്ള കുറച്ച് ഫോറസ്റ്റ് ഓഫീസേഴ്സുമായിരുന്നു. വനത്തിനുള്ളിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെത്തി എന്നതായിരുന്നു ആ വാർത്ത. കടുവ ഭക്ഷിച്ച രീതിയിലായിരുന്നു ആ മൃതദേഹം കടന്നതെന്നും അവൻ്റെ ശരീരത്തിൽ നിന്നും കുറച്ച് വസ്തുക്കൾ മാത്രമേ കിട്ടിയുള്ളൂ എന്നും പറഞ്ഞു. ബാക്കി പൂർണ്ണമായും തന്നെ ആ കടുവയും മറ്റ് കാട്ടുജന്തുക്കളും ഭക്ഷിച്ചുവെന്നും കൈകളും കാലുകളും ഒന്നും തന്നെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും അവർ പറഞ്ഞു. പിന്നെ മിച്ചം വന്നത് കുറച്ച് ആഭരണങ്ങളും കുറച്ച് തുണികളുമായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായി അത് ദുർമന്ത്രവാദിയായ ചിമ്മയുടെ ശരീരമായിരുന്നുവെന്ന്. അവിടുത്തെ ആളുകൾ ആരും അതൊന്നും സ്വീകരിക്കുവാൻ തയ്യാറായില്ല. അവർക്ക് ചിമ്മയ്യ വിലക്കപ്പെട്ടവനായിരുന്നു. അതുവരെയും അവിടുത്തെ ഗ്രാമീണരുടെ മനസ്സിലുണ്ടായിരുന്ന ഭയം ഒറ്റയടിക്ക് ഇല്ലാതെയായി. പതിയെ പതിയെ സന്തോഷം അവരുടെ ചുണ്ടുകളിലേക്ക് വന്നു. ചിമ്മയ്യ പറഞ്ഞതുപോലെ ആ കടുവ ഒരു പിശാചല്ലെന്നും ആർക്കും ആ കടുവയെ മന്ത്രത്താലോ മറ്റും കെട്ടിയിടുവാനും സാധിക്കില്ല എന്നും അവർ വിശ്വസിച്ചു. ഈ കാലങ്ങളിൽ തന്നെയാണ് ഒരു ചെറിയ വേട്ടക്കാരൻ ആ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. കടുവയുടെ ശല്യത്തെപ്പറ്റി ഒന്നും കൂടുതൽ അറിയാതെയായിരുന്നു അയാൾ എത്തിയത്. എന്നാൽ തികഞ്ഞ പൊങ്ങച്ചക്കാരനായിരുന്നു ആ വേട്ടക്കാരൻ. ചെറിയ ചെറിയ കൊച്ചു മൃഗങ്ങളെ വേട്ടയാടി ശീലം മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. അയാളുടെ കൈവശം ഉണ്ടായിരുന്നത് ഡബിൾ ബാരലിൻ്റെ ഒരു ഷോട്ട് ഗൺ ആയിരുന്നു. അതുകൊണ്ട് ആനയോ കടുവയോ ഒന്നും വെടിവെക്കാൻ സാധിക്കില്ല എന്ന് ബാക്കിയുള്ളവർക്ക് അറിയാമായിരുന്നു. എങ്കിലും അയാൾ അവകാശപ്പെട്ടത് തനിക്ക് ആനയെ വെടിവെച്ച് ശീലമുണ്ടെന്നും കടുവയെ നിസ്സാരമായി കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു. വനത്തിലേക്ക് പോകുവാൻ വേണ്ടി ആ ഗ്രാമത്തിലെ പലരെയും അയാൾ ക്ഷണിച്ചുവെങ്കിലും
എല്ലാവരും അയാളുടെ വാഗ്ദാനങ്ങളും എല്ലാം നിരസിക്കുകയായിരുന്നു. കാരണം അവർക്കെല്ലാം ജീവനിൽ ഭയമായിരുന്നു. നിങ്ങളാരും വന്നില്ലെങ്കിലും ഞാൻ വനത്തിലേക്ക് പോകുമെന്ന് ആ വേട്ടക്കാരൻ പറഞ്ഞു. ആ മണ്ടനായ വേട്ടക്കാരൻ തൻ്റെ ഷോട്ട് ഗണ്ണും എടുത്തുകൊണ്ട് വനത്തിലേക്ക് പോയി. പിന്നീട് ആരും തന്നെ അയാളെ കണ്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പഴയ പോലെ തന്നെ ഗ്രാമത്തിലേക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നു. അവരുടെ കൈവശം ഒരു ഷോട്ട് ഗണ്ണും ഉണ്ടായിരുന്നു. നമ്മൾ മുന്നേ പറഞ്ഞ ഡബിൾ ബാരലിൻ്റെ ഷോട്ട് ഗണ്ണായിരുന്നു അത്. ഗ്രാമത്തിലെ ആളുകൾ പറയുന്നതൊന്നും കേൾക്കാതെ ഒരു വേട്ടക്കാരൻ വനത്തിനുള്ളിലേക്ക് പോയതായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. 3-4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഷോട്ട് ഗണ്ണുമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തിരികെ ഗ്രാമത്തിലേക്ക് എത്തുകയും ഗ്രാമത്തലവൻ അത് കൈമാറുകയും ചെയ്തു. അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. വനത്തിലേക്ക് പോയ ആ വേട്ടക്കാരൻ ഇനി ഒരിക്കലും തിരികെ വരില്ല എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ആ വേട്ടക്കാരനെ പറ്റി ചോദിച്ചു. അയാളുടെ ശരീരം ഇതുവരെയും കണ്ടെത്താനായില്ല എന്നും വനത്തിലേക്ക് പോകുന്ന വനപാതയുടെ അരികിൽ കിടന്നാണ് ഈ ഷോട്ട് ഗണ്ണ് കിട്ടിയതെന്നും കുറേ ദൂരം ഞങ്ങൾ തേടി നോക്കിയെന്നും അവർ പറഞ്ഞു. ഒരു പക്ഷേ കടുവയെ കണ്ടിട്ട് ഭയന്ന് തൻ്റെ റൈഫിൾ നിലത്തേക്കിട്ട് വനത്തിലേക്ക് ഓടിയതായിരിക്കാം. വനത്തിൽ എവിടെയെങ്കിലും വെച്ച് ആ കടുവ അയാളെ പിടികൂടി കാണും. എവിടെയെങ്കിലും അയാളെ വലിച്ചിഴച്ച് കൊണ്ടുപോയി കാണും. ആ നിഗമനത്തിൽ ഗ്രാമത്തിലെ ആളുകളെത്തി. ശരിക്കും ഭയജനകമായ അന്തരീക്ഷമായിരുന്നു ആ സമയങ്ങളിൽ ആ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നത്. രാജു ഓരോ കാര്യവും ഞങ്ങളോട് പങ്കുവെച്ചു. അന്നത്തെ തണുപ്പുള്ള രാത്രിക്ക് നന്നേ ചൂട് പിടിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി. ഹെർമണ്ട് എന്നെ നോക്കി, ഞാൻ ഹെർമണ്ടിനെയും. ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ മടങ്ങി. ബംഗ്ലാവിൻ്റെ മുറ്റത്ത് ഇപ്പോഴും തീ കത്തുകയാണ്. ഞാൻ കിടക്കുന്ന മുറിയിലെ ജനാലകളിലൂടെ അത് വ്യക്തമായി കാണാൻ സാധിക്കും. അന്ന് രാത്രിയിൽ ആ കടുവയെപ്പറ്റിയുള്ള ചിന്തകളായിരുന്നു എൻ്റെ മനസ്സിലാകെ നിറഞ്ഞു നിന്നത്. തലേന്ന് രാവിലെ കുറച്ച് വൈകിയാണ് ഞാൻ എഴുന്നേറ്റത്. ഹെർമണ്ട് താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹെർമണ്ടും ഞാനും ഫോറസ്റ്റ് ബംഗ്ലാവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും അടുത്തുള്ള ഗ്രാമം ലക്ഷ്യമാക്കി നടക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തെ നടപ്പിന് ശേഷം ഞങ്ങൾ ഇരുവരും ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ രാജു പറഞ്ഞ സ്ഥലങ്ങളിലും അവിടെയുള്ള ആളുകൾക്കിടയിലും ഞങ്ങൾ ആ കടുവയെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു. അവർ പറഞ്ഞ കഥകളും രാജു പറഞ്ഞ കഥകളും ഞങ്ങൾ ഒത്തുനോക്കി. പല പൊരുത്തക്കേടുകളിലും ആ കഥകളിൽ ഉണ്ടായിരുന്നു എങ്കിലും യഥാർത്ഥ കഥയിൽ അല്പം വെള്ളം ചേർത്ത് മാത്രമായിരിക്കുമല്ലോ ബാക്കിയുള്ളവർ ആളുകളോട് പറയുക. ഊതിപ്പെരിപ്പിച്ച പല കഥകളും. അതിൽ നിന്നും കെട്ടുകഥകളെ മാറ്റി നിർത്തിയാൽ യാഥാർത്ഥ്യം അല്പമേ ഉണ്ടാകുകയുള്ളൂ. അതുമാത്രം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. ഗ്രാമത്തിൻ്റെ അരികിലൂടെ കടന്നു പോകുന്ന വനങ്ങളിലൂടെ ആയിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തത്. ഞാനും ഹെർമണ്ടും ഞങ്ങളുടെ റൈഫിലുകളും പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞ ആ രാജുവിൻ്റെ ഒരു നായയും ഞങ്ങൾക്കൊപ്പം കൂടിയിരുന്നു. ഞങ്ങൾ മൂവരും ആ വനം കയറി. കിഴക്കാൻ തൂക്കായി നിൽക്കുന്ന കുന്നുകളിലൂടെ ഞങ്ങൾ ആ കടുവയെ അന്വേഷിച്ച് മുന്നിലേക്ക് നടന്നു. പല സ്ഥലങ്ങളിലും ഞങ്ങൾ നിന്നു. ഞങ്ങൾക്കൊപ്പം ആ നായയും. അവൻ വല്ലാതെ മണം പിടിക്കുന്നുണ്ട്. അവൻ പല സ്ഥലങ്ങളിലും നോക്കി കുരയ്ക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് ചെറിയ ചെറിയ മൃഗങ്ങളെയാണ്. ഹെർമണ്ട് അതിലെ ഒരു കാട്ടുമുയലിനെ വെടിവെച്ചിട്ടു. അതിനെ ആ നായ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന കത്തി കൊണ്ട് വെടിവെച്ചിട്ട മുയലിനെ കഷ്ണങ്ങളാക്കുകയും അതിൻ്റെ മാംസ കഷ്ണങ്ങൾ ഞങ്ങൾക്കൊപ്പം നടന്നു വന്ന രാജുവിൻ്റെ നായ്ക്ക് നൽകുകയും ചെയ്തു. അവൻ നന്ദിയോടെ അവൻ്റെ വാലുകൾ ആട്ടിക്കാട്ടി. അങ്ങനെ ഞങ്ങൾ മൈലുകളോളം ആ വനത്തിലൂടെ കടുവയ്ക്ക് വേണ്ടി തിരഞ്ഞു നടന്നു. അന്നത്തെ ദിവസം കനത്ത നിരാശ മാത്രമായിരുന്നു ഞങ്ങൾക്ക് കൂട്ടുണ്ടായിരുന്നത്. കടുവയുടെ കാലടയാളങ്ങൾ പോലും കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. വൈകുന്നേരമായപ്പോഴേക്കും ഞങ്ങൾ മൂവരും തിരികെ ബംഗ്ലാവിലേക്ക് എത്തി. നായ വളരെ സന്തോഷവാനാണ്. അവൻ വാലാട്ടിക്കൊണ്ട് ബംഗ്ലാവിൻ്റെ വരാന്തയിൽ ഞങ്ങളെ ഉറ്റുനോക്കിക്കിടന്നു. അന്നത്തെ ദിവസവും കൂട്ടിയ തീക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചു, വർത്തമാനം പറഞ്ഞു. വീണ്ടും തിരികെ കടക്കുവാൻ വേണ്ടി പോയി. പിറ്റേ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. അങ്ങനെ ആ കടുവ വരാനിടയുള്ള സ്ഥലങ്ങളിൽ രാജുവിൻ്റെ സഹായത്തോടെ ഞങ്ങൾ ഗ്രാമത്തിൽ നിന്നും കുറച്ച് ആടുകളെ വാങ്ങി കെട്ടിയിട്ടു. ഗ്രാമത്തിൽ നിന്നും കുറച്ചു മാറിയുള്ള ഒരു പ്രദേശത്ത് നിന്നും ഒരു ആടിനെ ആ കടുവ പിടിച്ചുകൊണ്ടുപോയത് ഞങ്ങൾ ശ്രദ്ധിച്ചു. അങ്ങനെ ആ സ്ഥലത്ത് പോകുകയും മറ്റൊരാടിനെ കൂടി കെട്ടിയിടുകയും ചെയ്തു. അതിനെയും അവിടെ നിന്ന് ആ കടുവ പിടിച്ചുകൊണ്ടുപോയി. കാലടയാളങ്ങൾ വളരെ വ്യക്തമായി കാണുവാൻ സാധിച്ചു. അതോടെ ഞങ്ങൾ അവിടെ കെണിയൊരുക്കുവാൻ തീരുമാനിച്ചു. അവിടുത്തെ ആളുകളുടെ സഹായത്തോടെ അവിടെ നിന്നും കുറച്ചു മാറി വലിയൊരു കുഴി ഞങ്ങൾ തീർത്തു. ഏകദേശം 10-16 അടി താഴ്ചയും 10 അടി നീളവും വീതിയുമുള്ള വലിയൊരു കുഴിയായിരുന്നു അത്. ആ കുഴിയിലേക്ക് ചെളികളും വെള്ളവും ഒഴിച്ച് അതിലേക്ക് വീണ് കഴിഞ്ഞാൽ താഴ്ന്നു പോകുന്ന രീതിയിൽ ഞങ്ങൾ ആ കുഴിയെ തയ്യാറാക്കി.
അതിനുശേഷം അതിൻ്റെ മുകളിൽ കമ്പുകളും ഇലകളും പുല്ലുകളും മണ്ണുകളുമെല്ലാം ഇട്ട് ഭൂമിയോട് ഏകദേശം ഒരുപോലെയാക്കി. അതിൻ്റെ മുകളിലായി ഞങ്ങൾ ആടിനെ കെട്ടിയിട്ടു. സാമാന്യം വലിപ്പമില്ലാത്ത ചെറിയൊരു ആടിനെയായിരുന്നു ഞങ്ങൾ അതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. ഒരു വെളുത്ത നിറമുള്ള ആടിനെ. അന്ന് രാത്രിയിൽ ഞങ്ങൾ ബംഗ്ലാവിൽ കിടന്ന സമയം ഞാൻ ആ ജനാലയുടെ കൃത്യമായി തന്നെ കണ്ടതാണ്. ഞങ്ങൾ കൂട്ടിയിട്ട തീയുടെ മുന്നിൽ വന്നു നിന്ന് എന്നെ തുറിച്ചു നോക്കുന്ന രണ്ട് മഞ്ഞ കണ്ണുകളെ, അവൻ്റെ മഞ്ഞ നിറമുള്ള ആ കറുത്ത വരകളോടുകൂടിയ ആ ഉടലിനെ. എന്നാൽ പൂർണ്ണമായും ആ കടുവയെ എനിക്ക് കാണുവാൻ സാധിച്ചില്ല. ഞാൻ എൻ്റെ റൈഫിൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നപ്പോഴേക്കും ആ കടുവ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് കാലത്തെ ഗ്രാമത്തിലെ ആളുകൾ ബംഗ്ലാവിൽ വന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളെ ആ കെണിയുടെ അരികിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഞങ്ങൾ തയ്യാറാക്കിയ കെണിയിൽ ആ കടുവ വീണിരുന്നു. ഞങ്ങളുടെ ഏകദേശം ഒരാഴ്ചത്തെ പ്രയത്നമായിരുന്നു ഇത്. ആ കടുവയെ ജീവനോടെ തന്നെ പിടിക്കുവാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്. എന്നാൽ അതിന് സാധിക്കുകയില്ല. ഞങ്ങൾ ഒരുക്കിയിട്ട കെണിയുടെ അരികിലേക്ക് ഞങ്ങൾ എത്തി. കൃത്യമായി തന്നെ ആ കടുവയെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ചെളിയിലേക്ക് താഴ്ന്നു പോകുന്നു. അവൻ വീണ്ടും അവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് വശങ്ങളിൽ ചവിട്ടി മുകളിലേക്ക് കുതിച്ചു കയറാൻ നോക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയാൽ അവൻ ഏത് സമയവും ആ കുഴിയുടെ മുകളിലേക്ക് ചാടിക്കയറുമെന്ന മട്ടിലായി. ഞാൻ റൈഫിളിന്റെ സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്ത് ആ കുഴിയുടെ അരികിലേക്ക് പോയി. അവന്റെ ഉഗ്രമായ ഗർജനങ്ങൾ അവിടെ ഉയർന്നു കേൾക്കാമായിരുന്നു. പേടിച്ചരണ്ട ആളുകൾ ആ കുഴിക്ക് ചുറ്റും നിന്ന് ആ കാഴ്ച കാണുന്നു. വീണ്ടും അവൻ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ക്രുദ്ധനായ കടുവ ആ മുകളിലേക്ക് കുതിച്ചു കയറുവാൻ നോക്കി. ഈ സമയം അവൻ വിജയിക്കുമെന്ന് തന്നെയാണ് കരുതിയത്. അവൻ്റെ മുൻകാലുകൾ ആ കുഴിയുടെ മുകളിലേക്ക് വന്നു നിന്നു. അവൻ്റെ തല കുഴിക്ക് മുകളിലേക്ക് ഉയർത്തിയ സമയം എൻ്റെ കൈവശമുണ്ടായിരുന്ന തോക്കിൻ്റെ പിടികൊണ്ട് കൃത്യമായി അവൻ്റെ തലയിലേക്ക് ഞാൻ ഇടിച്ചു. ഇടികൊണ്ട കടുവ വീണ്ടും ആ കുഴിയിലേക്ക് മറഞ്ഞു വീണു, ആ ചെളിയിലേക്ക്. അവൻ്റെ കാലുകൾ വീണ്ടും ആ ചെളിയിൽ താഴ്ന്നു. അവൻ വീണ്ടും കുഴിക്ക് മുകളിലേക്ക് ചാടി കയറുവാൻ ശ്രമം തുടങ്ങി. ഞാൻ എൻ്റെ റൈഫിൾ ആ കുഴിക്ക് ഉള്ളിലേക്ക് ചൂണ്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, കാഞ്ചി വലിച്ചു. കൃത്യമായ തിര അവൻ്റെ തോളിലേക്ക് തുളച്ചു കയറി. അവൻ ഉച്ചത്തിൽ ഗർജിച്ചു. ആ കുഴിയിൽ കിടന്ന് ഉരുണ്ടു. ചെളി അവൻ്റെ മേലാകെ പിരണ്ടു. അവൻ്റെ രക്തം ആ ചെളിയിലേക്ക് ഒലിച്ചിറങ്ങി. വീണ്ടും അവൻ കുഴിക്ക് മുകളിലേക്ക് ചാടിക്കയറുവാൻ പരിശ്രമിച്ചു. വീണ്ടും എൻ്റെ റൈഫിൾ പൊട്ടി. ഇത്തവണ എൻ്റെ തിര കൃത്യമായി തറച്ചു കയറിയത് ചാടുവാൻ ഒരുങ്ങി നിന്ന കടുവയുടെ നെഞ്ചിലേക്കായിരുന്നു. അതെ, ആ കുഴിയുടെ മുകളിലേക്ക് കാലുകൾ ഉയർത്തി വെച്ച് മുകളിലേക്ക് ചാടുവാൻ ശ്രമിക്കുന്ന സമയമായിരുന്നു എൻ്റെ റൈഫിൾ പൊട്ടിയത്. അവൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ തിര തുളച്ചു കയറി. അവൻ പിടച്ചുകൊണ്ട് പുറകോട്ട് മലന്നു വീണു. അവിടെ കിടന്ന് വീണ്ടും പിടഞ്ഞു. അവൻ്റെ പിടച്ചിലിന് അവസാനം ഒരുക്കുവാൻ വേണ്ടി ഒരു ഹെഡ് ഷോട്ട് കൂടി ഞാൻ ഉതിർത്തു. അവിടെ കരഘോഷലങ്ങൾ ഉയർന്നു, ഉച്ചത്തിൽ ആഹ്ലാദങ്ങൾ ഉയർന്നു, നൃത്തം വെച്ചു, പാട്ടുപാടി. തിര ആ കടുവയുടെ തലയിലേക്ക് തുളച്ചു കയറി. അവൻ്റെ അനക്കം പൂർണ്ണമായും അവസാനിച്ചു. പതിയെ പതിയെ ആ ചെളിയിലേക്ക് അവൻ്റെ ശരീരം താഴ്ന്നു തുടങ്ങി. അവിടുത്തെ ആളുകളുടെ സഹായത്തോടെ ഞങ്ങൾ കയറും മറ്റും ഉപയോഗിച്ച് ആ വലിയ കടുവയുടെ ശരീരം പുറത്തേക്ക് എത്തിച്ചു. അവനെ പരിശോധിച്ചു. നമ്മൾ പറഞ്ഞത് ശരിയാണ്. പ്രായാധിക്യം മൂലമാണ് ഈ കടുവ നരഭോജിയായി മാറിയത്. അവൻ്റെ പല്ലിൻ്റെ തേയ്മാനവും അവൻ്റെ ശരീരത്തിൻ്റെ നിറവും മങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ്റെ കാൽനഖങ്ങൾ പരിശോധിച്ചു. അതും തേയുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ ഏകദേശം 10 മുകളിൽ പ്രായം കാണും. ഹെർമണ്ടും ഞാനും രാജുവും കൂടി ആ കടുവയുടെ ശരീരത്തിൽ നിന്നും അവൻ്റെ തൊലി ഉരിഞ്ഞെടുത്തു. ബാക്കി വന്ന ശരീരം ആ കുഴിയിലേക്ക് തന്നെ ഇടുകയും മണ്ണിട്ട് മൂടുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തിരികെ ബംഗ്ലാവിലേക്കും 2 ദിവസങ്ങൾക്കപ്പുറം തിരികെ ഞങ്ങളുടെ സ്ഥലങ്ങളിലേക്കും മടങ്ങുകയും ചെയ്തു. ഹെർമണ്ട് ആദ്യമായിട്ടാണ് ഒരു കടുവ വേട്ടയ്ക്ക് വേണ്ടി വരുന്നത്. അവനും ആകെ സന്തോഷമായി. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.